എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 1-2 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. LDC 10th പ്രിലിംസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാദമിയുടെ LDC അപ്ഡേറ്റഡ് റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ ഈ ബുക്ക് വാങ്ങുന്നതാണ്. അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള റിസർച്ച് സ്കോളേഴ്സാൽ തയ്യാറാക്കപ്പെട്ടതാണ് ഈ ഒരു പുസ്തകം. അപ്പോൾ ഉയർന്ന റാങ്ക് നേടാൻ ഏറ്റവും ഉത്തമ പഠന സഹായി എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകം തന്നെയായിരിക്കും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കി നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് VBG റാംജിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി പദ്ധതി നിലവിൽ വന്നത് എന്നു മുതലാണെന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കുവാൻ പോകുന്നത്. എന്നാണ് 2026 ജൂലൈ 1 മുതലാണ് VBG റാംജി വന്നത്. VBG റാംജി നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വാർത്തകളിലൊക്കെ ഒരുപാട് ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമാണ് VBG റാംജി. അപ്പോൾ VBG റാംജി നിലയിൽ വന്നതെന്നാണ് 2026 ജൂലൈ 1. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ്? 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 തൊഴിൽ ദിനങ്ങളാവും. എത്രയാണ്? 125 തൊഴിൽ ദിനങ്ങളാവും VBG റാംജിയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ VBG റാംജിയിലൂടെ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണെന്ന് കൂടെ നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. VBG റാംജി പ്രകാരം ഉയർന്ന വേതനം, അതായത് 450 രൂപയാണ്. 450 രൂപയായ ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണ്? സിക്കിമിലെ 3 ഗ്രാമപഞ്ചായത്തുകളാണ്. സിക്കിമിലെ ഈ 3 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത്. എത്രയാണ് ആ വേതനം? 450 രൂപയായ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന ആ 3 ഗ്രാമപഞ്ചായത്തുകളുടെ പേര് നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ്? നത്താങ്, ലാച്ചെൻ ആൻഡ് ലച്ചുങ്. ഏതൊക്കെയാണ്? നത്താങ്, ലാച്ചെൻ ആൻഡ് ലച്ചുങ് എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളാണ്. ഈ 3 ഗ്രാമപഞ്ചായത്തുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓർമ്മയിൽ വെക്കുക, അത് സിക്കിമാണ് കേട്ടോ. സിക്കിമിലാണ് ഈ 3 ഗ്രാമപഞ്ചായത്തുകളും. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ വരുമാനം ലഭിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് 450 രൂപയാണ്. അത് ഈ 3 ഗ്രാമപഞ്ചായത്തുകളിലാണ്. ആ 3 ഗ്രാമപഞ്ചായത്തുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ്. ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ് കേട്ടോ. ഹരിയാനയുടെ വേതനം എത്രയാണ്? 409 രൂപയാണ്. 409 രൂപയാണ് VBG റാംജി പദ്ധതിയിലൂടെ ഹരിയാനയിൽ ലഭ്യമാകുന്ന വേതനം. അതുപോലെ തന്നെ കേരളത്തിൽ എത്രയാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്ന വേതനം എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എത്രയാണ്? 401 രൂപയാണ്. 401 രൂപയാണ് കേരളത്തിൽ ലഭ്യമാകുന്ന വേതനം. 401 രൂപയാണ് കേരളത്തിൽ VBG റാംജി പദ്ധതിയിലൂടെ ലഭ്യമാകുന്ന വരുമാനം. ഓർത്തിരിക്കുക, സിക്കിമിൽ മുഴുവനല്ല ലഭിക്കുന്നത്. സിക്കിമിലെ 3 ഗ്രാമപഞ്ചായത്തുകളാണ് ഈ 450 രൂപ ലഭിക്കുന്നത്. ഈ 450 രൂപ എവിടെയാണ് ലഭിക്കുന്നത്? നത്താങ്, ലാച്ചെൻ ആൻഡ് ലച്ചുങ് എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് സിക്കിമിൽ ഏറ്റവും ഉയർന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുന്നത്. പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുന്നത് എവിടെയാണ്? അത് ഹരിയാനയിലാണ്. എത്രയാണ്? 409 രൂപ. കേരളത്തിന്റെ കാര്യം മറന്നു പോകരുത്. കേരളത്തിൽ എത്രയാണ് ലഭിക്കുന്നത്? 401 രൂപയാണ്. അതുപോലെ 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 തൊഴിൽ ദിനങ്ങളുമാവും. ഇനി രാജ്യത്ത് നിലവിൽ വരാൻ പോകുന്ന ഒരു പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടിനെ പറ്റിയുള്ള വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പേരെന്താണ്? അല്ലൂരി സീതാരാമരാജു ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താണ്? അല്ലൂരി സീതാരാമരാജു ഇന്റർനാഷണൽ എയർപോർട്ട്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലെ ഭോഗപുരം എന്ന സ്ഥലത്താണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ഭോഗപുരം എന്ന സ്ഥലത്താണ് ഈ പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക, നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2026 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പേരെന്താണ്? ആന്ധ്രാപ്രദേശിലെ ഭോഗപുരത്ത് നിലവിൽ വരുന്ന പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പേരെന്താണ്? അല്ലൂരി സീതാരാമരാജു. ഈ പേര് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. RRR സിനിമ കണ്ട എല്ലാവർക്കും ഈ ഒരു പേര് ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ അല്ലൂരി സീതാരാമരാജുവിന്റെ പേരിലാണ് ഈ ഇന്റർനാഷണൽ എയർപോർട്ട് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന, ഭോഗപുരത്ത് നിലവിൽ വരുന്ന പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പേരെന്താണ്? അല്ലൂരി സീതാരാമരാജു ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത,
രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ ഏതാണ്? രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ എത്രയാണ്? അത് 112 ആണ് കേട്ടോ. 112 ആണ്. ആംബുലൻസ് സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രാജ്യത്ത് മുഴുവൻ വ്യാപകമാക്കുന്ന ആ നമ്പർ എത്രയാണ്? അത് 112 ആണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട മാർഗരേഖ പുറത്തിറക്കിയത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ എത്രയാണ്? 112 112. കോടതി വിധികളുടെയൊക്കെ വിശദാംശങ്ങൾ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് വേണം വിവാഹമോചന കേസുകളിൽ ജീവനാംശം അനുവദിക്കേണ്ടതെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? അത് കർണാടക ഹൈക്കോടതിയാണ് കേട്ടോ. കർണാടക ഹൈക്കോടതിയാണ് സുപ്രധാനമായിട്ടുള്ള ഈ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. എന്താണ് ആ വിധിയുടെ സാരാംശം? ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് വേണം വിവാഹമോചന കേസുകളിൽ ജീവനാംശം അനുവദിക്കേണ്ടത് എന്ന വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഏത് ഹൈക്കോടതി? കർണാടക ഹൈക്കോടതി. കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുമലതയാണ് സുപ്രധാനമായിട്ടുള്ള ഈ ഒരു തീരുമാനം, ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ വരുമാനമുണ്ടെങ്കിൽ ജീവനാംശം നൽകേണ്ടതില്ല എന്നാണ് ഈ ഒരു വിധിയിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് ഹൈക്കോടതിയാണ്? കർണാടക ഹൈക്കോടതി. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് കുട്ടികളെ? ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് വേണം വിവാഹമോചന കേസുകളിൽ ജീവനാംശം അനുവദിക്കേണ്ടത് എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഏത് ഹൈക്കോടതി? കർണാടക ഹൈക്കോടതി. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത, അടുത്തിടെ സുശ്രുത മഹർഷിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് എന്നാണ്. സുശ്രുത മഹർഷിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗ്. എവിടെയാണ്? റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗ് എന്ന സ്ഥാപനത്തിലായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരുന്നു ആരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്? സുശ്രുത മഹർഷിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് സ്കോട്ട്ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ സുശ്രുത മഹർഷിയുടെ ഒരു വെങ്കല പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആരാണ് നിർമ്മിച്ചത്? തമിഴ്നാട്ടിൽ നിന്നുള്ള രാഘവാനന്ദം സ്ഥാപതി എന്ന് പറയുന്ന ഒരു ശില്പിയായിരുന്നു ഈ ഒരു വെങ്കല ശില്പം നിർമ്മിച്ചത്. രാഘവാനന്ദം സ്ഥാപതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഈ ഒരു വെങ്കല പ്രതിമ നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? സുശ്രുത മഹർഷി എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അതുപോലെ സർജറിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? സുശ്രുത മഹർഷിയാണ്. അപ്പോൾ അടുത്തിടെ ആ സുശ്രുത മഹർഷിയുടെ ഒരു വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗ്, സ്കോട്ട്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിലായിരുന്നു സുശ്രുത മഹർഷിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ജൂലൈ 1 പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്താണത് നമുക്ക് പഠിക്കണ്ടേ? നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ഈ വർഷത്തെ പ്രമേയം എന്താണ്? ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. എന്താണ്? ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നാണ് 2026 ജൂലൈ 1 നമ്മൾ ആചരിക്കുന്ന ഡോക്ടേഴ്സ് ഡേയുടെ പ്രമേയം. അതുപോലെ ആരുടെ സ്മരണാർത്ഥമാണ് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്? ഞാൻ പറഞ്ഞു ജൂലൈ 1 നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ജൂലൈ 1 പ്രത്യേകത എന്താണ്? രാജ്യം കണ്ടതിൽ ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്ന, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഡോക്ടേഴ്സിൽ ഒരാളായിരുന്ന BC റേ, ബിധാൻ ചന്ദ്ര റേയുടെ ജനനവും മരണവും സംഭവിച്ചത് ഈ ദിവസത്തിലായിരുന്നു, ജൂലൈ 1. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ഈ വർഷത്തെ 2026 പ്രമേയം എന്താണ്? ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. എന്താണ് ബിഹൈൻഡ് ദ മാസ്ക് who heals the healers? ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നിയമന വാർത്തയാണ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ജനറൽ ധീരജ് സേത്ത് ആണ് കേട്ടോ. ജനറൽ ധീരജ് സേത്ത് ആണ് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. അദ്ദേഹം ചാർജ് എടുത്തു. ആരാണ്? ജനറൽ ധീരജ് സേത്ത് ആണ്. അപ്പോൾ ആരുടെ ഒഴിവിലേക്കാണ്, അല്ലെങ്കിൽ ആര് വിരമിച്ച ഒഴിവിലേക്കാണ് ഇദ്ദേഹം നിയമിക്കപ്പെട്ടത്? നമുക്കറിയാം ഉപേന്ദ്ര ദ്വിവേദിയാണ് വിരമിച്ചത്. ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് ഇദ്ദേഹം നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും പുതിയ കരസേന മേധാവിയുടെ പേരെന്താണ്? ജനറൽ ധീരജ് സേത്ത്.
വരാനിരിക്കുന്ന പരീക്ഷകൾ ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷകളൊന്നാണ് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ ഒരു റാങ്ക് ഫെയിൽ സംഘടിപ്പിക്കാനായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരക്കം പാച്ചിലായിരുന്നു. അപ്പോൾ ആ ഒരു പാച്ചിലിനൊക്കെ വിട പറയാം. ടാലന്റ് അക്കാദമി ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ടുള്ള റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു ഉന്നത റാങ്ക് നേടിത്തരാൻ പ്രാപ്തമാക്കുന്ന രീതിയിലാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നതിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു നിയമന വാർത്ത കൂടെ ചർച്ച ചെയ്യാം. 2026 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ 6 മാസത്തേക്ക് കാലാവധി നീട്ടി നൽകിയ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാന്റെ പേരെന്താണ്? എന്താണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാന്റെ പേര്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ചെയർമാൻ ആരാണെന്ന് നമ്മൾ ഓർത്തു വെക്കുക. രവി അഗർവാൾ ആണ് കേട്ടോ. രവി അഗർവാൾ ആയിരുന്നു. നിലവിൽ അദ്ദേഹം തന്നെ ആയിരുന്നു. പക്ഷേ എന്താണ്, അദ്ദേഹത്തിന്റെ കാലാവധി 6 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാൻ ആയിട്ട് നിയമിതനായത്, ഇല്ലെങ്കിൽ 6 മാസത്തേക്ക് നിയമനം നീട്ടിക്കിട്ടിയ ആ വ്യക്തിയുടെ പേര് ഓർത്തു വെക്കുക. അത് രവി അഗർവാൾ ആണ്. 6 മാസത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 2026 ഡിസംബറിൽ വരെ ഈ ഒരു പോസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2026 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ 6 മാസത്തേക്ക് കാലാവധി നീട്ടി നൽകിയ പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ CBDT ചെയർമാൻ ആരാണ്? രവി അഗർവാൾ. ഇനി നമുക്കൊരു കായിക വാർത്ത ചർച്ച ചെയ്യാം. ലോക ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ലോക ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരിൻ ആണ് കേട്ടോ. നിഹാൽ സരിൻ ആണ് ലോക ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ മലയാളി. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ ഒരു കിരീടം നേടുന്നത്. ആരാണ്? മലയാളിയായ നമ്മുടെ അഭിമാനമായ നിഹാൽ സരിൻ ആണ് ലോക ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ മലയാളി. ഇനി ഇത് ആരാണ് സംഘടിപ്പിക്കുന്നത്? chess.com ആണ് ഈ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത്. ആരാണ്? chess.com ആണ് കേട്ടോ. chess.com സംഘടിപ്പിക്കുന്ന ലോക ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കിയ മലയാളിയുടെ പേര് മറന്നു പോകരുത്. അത് നിഹാൽ സരിൻ ആണ്. 1 മിനിറ്റ് ആയിരിക്കും ഒരു കളിക്ക് ഒരു കളിക്കാരൻ ലഭിക്കുന്ന അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 1 മിനിറ്റിൽ താഴെ മാത്രമായിരിക്കും. അപ്പോൾ അത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഈ ഒരു ടൂർണമെന്റ് വിജയിക്കുന്നത്. അതൊരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് നിഹാൽ സരിൻ ആണ്. നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ലോക ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ മലയാളിയുടെ പേരാണ് നമ്മൾ പഠിച്ചത്. മലയാളിയുടെ പേര് നമ്മൾ ആരും മറന്നു പോയത്. ആരാണ്? നിഹാൽ സരിൻ. കായിക ലോകത്ത് നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത കൂടി. 2026 US ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? 2026 US ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരത്തിന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കുക. കിഡംബി ശ്രീകാന്ത് ആണ്. കിഡംബി ശ്രീകാന്ത്, K ശ്രീകാന്ത് ആണ് US ഓപ്പൺ ബാഡ്മിന്റണിൽ വെള്ളി മെഡൽ അല്ലെങ്കിൽ റണ്ണറപ്പ് 2ാം സ്ഥാനം നേടിയത്. ആരാണ്? K ശ്രീകാന്ത് അല്ലെങ്കിൽ കിഡംബി ശ്രീകാന്ത് ആണ് കേട്ടോ. അദ്ദേഹം 2017 ശേഷം അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിരുന്നു. കാര്യമായ നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഒരു സൂപ്പർ സീരീസ് കിരീടം അല്ലെങ്കിൽ പോലും US ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വെള്ളി മെഡൽ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. മുൻ ലോക 1-ാം നമ്പർ താരമായിരുന്നു കേട്ടോ K ശ്രീകാന്ത് എന്ന് പറയുന്നത്. മുൻ ലോക 1-ാം നമ്പർ താരമായിട്ടുള്ള K ശ്രീകാന്ത് ആണ് 2026 US ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടി ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ മറന്നു പോകരുത്. കായിക രംഗത്ത് നിന്ന് നമ്മൾ പഠിച്ച മറ്റൊരു വാർത്ത എന്താണ്? US ഓപ്പൺ വെള്ളി മെഡൽ. US ഓപ്പൺ ബാഡ്മിന്റണിൽ 2026 വെള്ളി മെഡൽ നേടിയത് ആരാണ്? കിഡംബി ശ്രീകാന്ത് ആണ് കേട്ടോ. ഇപ്പോൾ 2026 ഫുട്ബോൾ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ ഡേ ബൈ ഡേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ജർമ്മനി പുറത്തായിരുന്നു. അപ്പോൾ 2026 ജൂലൈയിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ജർമ്മൻ ഗോൾ കീപ്പറുടെ പേര് കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കണം. എന്താണ്? മാനുവൽ ന്യൂയർ. മാനുവൽ ന്യൂയർ ആണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആ ഒരു ജർമ്മൻ ഗോൾ കീപ്പർ. ജർമ്മനിയുടെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്നു മാനുവൽ ന്യൂയർ. 128 മത്സരങ്ങളോളം അദ്ദേഹം ജർമ്മനിക്കായി കളിച്ചിട്ടുണ്ട്. 128 മത്സരങ്ങൾ അദ്ദേഹം ജർമ്മനിക്കായി ജർമ്മനിയുടെ ദേശീയ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2014
2014 ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിൽ അംഗവുമായിരുന്നു ആര്? മാനുവൽ നോയർ. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ജർമ്മനിയുടെ ഗോൾ കീപ്പറിന്റെ പേരെന്താണ്? മാനുവൽ നോയർ. 128ഓളം മത്സരങ്ങൾ അദ്ദേഹം ജർമ്മനിയെ പ്രതിദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2014 ലോകകപ്പ് നേടിയ ടീമിൽ അംഗവുമായിരുന്നു ആര്? മാനുവൽ നോയർ. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ആരാണ്? ഹർമൻപ്രീത് കൗറിനെയാണ് 2026 ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വനിതാ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? ഹർമൻപ്രീത് കൗറിനെയാണ്. വൈസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇപ്പൊ സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി 2026 പറയുന്നത്. 2026 ജപ്പാനിൽ വെച്ചാണ് കേട്ടോ. ജപ്പാനിൽ വെച്ചാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന സ്ഥലത്താണ്. ജപ്പാനിലെ 2026 ഐച്ചി നഗോയ ഇവിടെ വെച്ചിട്ടാണ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അപ്പൊ ഈ ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. അതുപോലെ തന്നെ ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആരാണ്? അത് സ്മൃതി മന്ദാനയാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? 2026 ജപ്പാനിലെ ഐച്ചി നഗോയിൽ വെച്ചാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കായിക വാർത്ത 2026 പുരുഷ ഏഷ്യൻ വോളിബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയത് ഏത് രാജ്യമാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് 2026 പുരുഷ ഏഷ്യൻ വോളിബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയത്. അപ്പൊ ലൂസേഴ്സ് ഫൈനലിൽ ബഹ്റിനെയാണ് നമ്മൾ തോപ്പിച്ചത് കേട്ടോ. ബഹ്റിനെ തോപ്പിച്ച് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഒരുപാട് മുന്നേറാനും ഈ ഒരു വിജയത്തോടു കൂടി ഇന്ത്യക്ക് സാധിച്ചു കേട്ടോ. അപ്പൊ 2026 പുരുഷ ഏഷ്യൻ വോളിബോൾ കോൺഫെഡറേഷന്റെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇതിൽ അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടം കൂടെയുണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ലിബറോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ഇന്ത്യക്കാരനായ കെ ആനന്ദ് ആയിരുന്നു കേട്ടോ. കെ ആനന്ദ് ആയിരുന്നു ഏറ്റവും മികച്ച ലിബറോ. ഈ ടൂർണമെന്റിന്റെ ഏറ്റവും മികച്ച ലിബറോ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്, വോളിബോളിൽ ഒരു പൊസിഷനാണ്. അപ്പോൾ ഏറ്റവും മികച്ച ലിബറോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ആനന്ദ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2026 പുരുഷ ഏഷ്യൻ വോളിബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ആരെയാണ് ഇന്ത്യ ലൂസേഴ്സ് ഫൈനലിൽ തോപ്പിച്ചത്? നമ്മുടെ ബഹ്റിനെ ആയിരുന്നു. ബഹ്റിനെ തോപ്പിച്ച് ലൂസേഴ്സ് ഫൈനലിൽ ഇന്ത്യ കപ്പ് ഉയർത്തി. അതുപോലെ ഈ ടൂർണമെന്റ് വിജയിച്ചത് നമ്മുടെ ഇന്ത്യയെ സെമി തോപ്പിച്ച ഇന്തോനേഷ്യ ഫൈനലിൽ കടന്നു. അങ്ങനെ അവർ ഫൈനലിൽ കപ്പടിച്ചു. അപ്പോൾ ആരെയായിരുന്നു സെമിയിൽ തോപ്പിച്ചത്? ആ ഇന്തോനേഷ്യ. ചാമ്പ്യന്മാരായ ഇന്തോനേഷ്യയുടെ സെമിയിൽ തോറ്റാണ് ഇന്ത്യ പുറത്തായത്. ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലിൽ അതുകൊണ്ട് ഇന്ത്യക്ക് കളിക്കേണ്ടി വന്നു. ലൂസേഴ്സ് ഫൈനലിൽ കളിച്ച് 3ാം സ്ഥാനം നമ്മൾ നേടി. അപ്പോൾ 3ാം സ്ഥാനം ആരെ തോൽപ്പിച്ചാണ് നേടിയത്? ബഹ്റിനെ തോൽപ്പിച്ചാണ്. അപ്പോൾ അതുകൂടെ മറന്നു പോകരുത്. പുരുഷ ഏഷ്യൻ വോളിബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം അല്ലെങ്കിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ടീം ഏതാണ്? ഇന്ത്യയാണ്. അതുപോലെ ഇന്ത്യയുടെ കെ ആനന്ദ് ആണ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ലിബറോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2026 ജൂണിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുതിയ ഇനം നിശാശലഭത്തെ പറ്റി നമുക്ക് പഠിക്കാം. എന്താണ് അതിന്റെ പേര്? ചന്ദനത്തോഴി. ചന്ദനത്തോഴി എന്നാണ് 2026 ജൂണിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ നിശാശലഭത്തിന്റെ പേര്. എന്താണ്? ചന്ദനത്തോഴി. ഇനി ചന്ദനത്തോഴിയുടെ സയന്റിഫിക് നെയിം എന്താണ്? അന്താരം ഇടുക്കി. അന്താരം ഇടുക്കി എന്നാണ് ചന്ദനത്തോഴിയുടെ സയന്റിഫിക് നെയിം. എന്താണ് ചന്ദനത്തോഴിയുടെ വാർത്താ പ്രാധാന്യം? 2026 ജൂലൈയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പുതിയ നിശാശലഭമാണ് കേട്ടോ ചന്ദനത്തോഴി. അപ്പൊ ചന്ദനത്തോഴി എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അത് ഇടുക്കിയിൽ നിന്നാണ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ചന്ദനത്തോഴി എന്നാണ് പേര്. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നാണ് നമ്മുടെ ചന്ദനത്തോഴിയെ കണ്ടെത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ്? മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നാണ് ചന്ദനത്തോഴിയെ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ചന്ദനത്തോഴി? ശാസ്ത്രീയ നാമം അന്താരം ഇടുക്കി എന്നാണ് ചന്ദനത്തോഴിയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? 2026 ജൂലൈയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ നിശാശലഭത്തിന്റെ പേരാണ് ചന്ദനത്തോഴി. പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുമായിട്ട് ടാലന്റ് അക്കാദമി വന്നിരിക്കുന്നു. അപ്പോൾ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടുള്ള ഒരു പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നു. ഇത് പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് മാത്രമല്ല കുട്ടികളെ, ഫയർമാനും CEO ഡ്രൈവറിനും APO ഡ്രൈവറിനും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം വാങ്ങുന്നതിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക്
ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പുസ്തകങ്ങളൊക്കെ വാങ്ങി നിങ്ങളുടെ പഠനം ആരംഭിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവുക. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനുള്ള സമയമാണ്, നമ്മുടെ റാപ്പിഡ് റിവിഷൻ ടൈം ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി പദ്ധതി നിലവിൽ വന്നത് എന്നായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. 2026 ജൂലൈ 1 കേട്ടോ. 2026 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. നമുക്കറിയാം അത് അല്ലൂരി സീതാരാമരാജു ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. എവിടെയായിരുന്നു അത് സ്ഥിതി ചെയ്തത്? ആന്ധ്രാപ്രദേശിലെ ഭോഗപുരത്താണ് ഈ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിലവിൽ വരുന്നത്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നമ്പറിനെ പറ്റിയിട്ടായിരുന്നു. ഏതാണ് നമ്പർ? നമുക്കറിയാം അത് 112 ആണ് കേട്ടോ. അതുപോലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് വേണം വിവാഹമോചന കേസുകളിൽ ജീവനാംശം അനുവദിക്കേണ്ടതെന്ന് സുപ്രധാനമായ വിധി പ്രസ്താവിച്ച ഒരു ഹൈക്കോടതിയെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു ആ ഹൈക്കോടതി? അത് കർണാടക ഹൈക്കോടതിയാണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ സുശ്രുത മഹർഷിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയായിരുന്നു എന്നാണ്. സ്കോട്ട്ലൻഡിലെ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗിലായിരുന്നു ഈ ഒരു വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അതുപോലെ നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ ഈ വർഷത്തെ പ്രമേയവും നമ്മൾ പഠിച്ചില്ല. എന്താണ്? ബിഹൈൻഡ് ദ മാസ് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. അതുപോലെ ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജനറൽ ധീരജ് സേത്ത് ആണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ കരസേനാ മേധാവി. ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് ഇദ്ദേഹം നിയമിക്കപ്പെടുക. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് 2026 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ 6 മാസത്തേക്ക് കാലാവധി നീട്ടി നൽകിയ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് CBDT ചെയർമാനെ പറ്റിയിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ നമുക്കറിയാം അത് രവി അഗർവാൾ ആണ്. ആരാണ് 6 മാസത്തേക്ക് നീട്ടി കിട്ടിയ CBDT ചെയർമാൻ? ആരാണ്? രവി അഗർവാൾ. അതുപോലെ ലോക ബുള്ളസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കിയ മലയാളി കായിക താരം, മലയാളി ചെസ് താരം ആരാണ്? പറഞ്ഞ് അത് നിഹാൽ സരീൻ. 2026 US ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ അഭിമാനമായ താരത്തിന്റെ പേരും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കിഡംബി ശ്രീകാന്ത് അല്ലെങ്കിൽ K ശ്രീകാന്ത് ആണ്. പിന്നെ 2026 ജൂലൈയിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആ ജർമ്മൻ ഇതിഹാസമായ ആ ഒരു ഗോൾ കീപ്പറുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തില്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മാനുവൽ ന്യൂയർ. ആരാണ്? മാനുവൽ ന്യൂയർ. നമ്മൾ ചർച്ച ചെയ്ത മറ്റു കുറച്ച് പോയിന്റുകൾ കൂടെ ബാക്കിയില്ലേ? 2026 ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ഹർമൻപ്രീത് കൗർ. അതുപോലെ തന്നെ 2026 പുരുഷ ഏഷ്യൻ വോളിബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയത് ഏത് രാജ്യമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു ആ രാജ്യം? ഇന്ത്യ ആയിരുന്നു. അതുപോലെ 2026 ജൂലൈയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പുതിയ നിശാശലഭത്തിന് നൽകിയ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. എന്താണത്? ചന്ദനത്തോഴി. ആരാണ്? ചന്ദനത്തോഴി. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 3 നോവലുകളുടെ സമാഹാരമായ സുഖം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? KR മീര, PV ഷാജികുമാർ, M മുകുന്ദൻ, ബെന്യാമിൻ. ഈ 3 നോവലുകളുടെ സമാഹാരമായ സുഖം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെ കമന്റിൽ ഞാൻ കണ്ടിരുന്നു. നോവലല്ലേ. നോവലിന്റെയും ചെറുകഥയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു സാഹിത്യ രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് നോവല്ല എന്ന് പറയുന്നത്. അതായത് നോവലിന്റെ അത്രയും വലിപ്പവും ഉണ്ടാവില്ല, എങ്കിൽ ചെറുകഥയുടെ അത്രയും ചെറുതുമായിരിക്കില്ല. ഇത് രണ്ടിന് ഇടയിൽ നിൽക്കുന്ന ആ ഒരു സാഹിത്യ സൃഷ്ടികൾക്ക് പറയുന്ന പേരാണ് കേട്ടോ നോവല്ല എന്നുള്ളത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിട്ടുപോയതാണെന്ന് എൻ്റെ സാധനം ക്ഷമിക്കുക. കാരണം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാറ് നോവലുകളാണോ ഉദ്ദേശിച്ചതെന്ന്? നോവല്ല എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, അത് ചെറുകഥയേക്കാൾ കുറച്ചുകൂടി വലുതായിരിക്കും, എന്നാൽ നോവലിൻ്റെ അത്രയും ഉണ്ടാവുകയില്ല. നോവലിനേക്കാളും കുറച്ച് താഴെ നിൽക്കുന്ന ആ ഒരു സാഹിത്യ സൃഷ്ടിക്കാണ് നമ്മൾ നോവല്ല എന്ന് പറയുന്നത്. അപ്പോൾ 3 നോവലുകളുടെ സമാഹാരമായ സുഖം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? രാജ്യത്ത് ആദ്യമായി അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഏതാണ് ആ സംസ്ഥാനം എന്ന് കമന്റ് ചെയ്യുക. തമിഴ്നാടാണോ, കർണാടകയാണോ, ഗോവയാണോ, അതോ കേരളമാണോ? ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് പരിശോധിക്കാം. 2026 VSSC ഡയറക്ടറായി നിയമിതനായത് ആരാണ്? VSSC ഡയറക്ടറായി നിയമിതനായത് ഓപ്ഷൻ ബി UP രാജീവാണ് കേട്ടോ. VSSC ഡയറക്ടറായി നിയമിതനായത്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ ആണ് കേട്ടോ ഇതിന്റെ ഉത്തരം. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ. ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.